അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലേ മോനെ, അന്ന് ഷാമിൽ പോകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എളാമാക്ക് വല്ലാത്ത സ്വീകരണം. അതെ, വല്ലാതെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. എളാമ, എനിക്കൊന്നും വേണ്ട, ഞാൻ അറബി വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എനിക്ക് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. നിനക്ക് വേണ്ടേ വേണ്ട, ഞാനിപ്പോൾ പാവല്ലേ വിചാരിച്ച് എന്തേ ഉണ്ടാക്കട്ടെ വിചാരിച്ച് നിൽക്കുകയാണ്. ബീഫും ഇതൊക്കെ കൊണ്ടുവച്ചും ചെയ്തു. ഇനിയിപ്പോൾ അതെങ്ങനെങ്കിലൊക്കെ ഒന്ന് വരട്ടിയിട്ട് കൊടുത്തേക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു. അതെ, എത്ര പറഞ്ഞിട്ട് പോലും ഒരു പ്രാവശ്യം പോലും എളാമ എനിക്കത് വാങ്ങിത്തരികയോ കൊടുത്ത് വയ്ക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ ഇന്ന് എന്താണെന്നാവോ എന്നെ പറഞ്ഞേക്കാൻ വലിയ ധൃതി. ശരിക്കും ഷാമിൽ ഒരു നിമിഷം അത് ചിന്തിച്ചു. അതെ, ഞാനിവിടെ കഷ്ടപ്പെട്ട് എനിക്ക് ഉണ്ടാക്കി തന്നത് അനക്ക് നല്ലത് ആയിക്കോട്ടെ വിചാരിച്ചിട്ടോ. ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ, അപ്പോൾ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്നാണ് എനിക്ക് അത് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ പിന്നെ അനക്കത് വേണ്ടെങ്കിൽ വേണ്ട, എനിക്കിപ്പോൾ എന്താ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളെ പോവുകയാണെന്നറിഞ്ഞപ്പോൾ അതാ കുഞ്ഞോള് വരുന്നു. മക്കളെ കൊണ്ടുവന്നിട്ടില്ല. കുഞ്ഞോള് പറഞ്ഞു, ഇക്ക എന്നൊന്ന് ആക്കിത്തരി, ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഉമ്മ, ഞങ്ങളും വരുന്നുണ്ട്, ഞങ്ങൾക്കും മാമനെ കാണണം പോകുന്നത്. മക്കളെ, നിങ്ങൾ വരണ്ട, നിങ്ങൾ വന്നാൽ എളാമാക്ക് ഇഷ്ടപ്പെടില്ല. എളാമാക്ക് വലിയ ബേജാറായിരിക്കും. അവിടെ കേടുവരുന്നതും അവിടുത്തെ വണ്ടി എടുക്കുന്നതും കളിക്കുന്നതും ഒക്കെ വലിയ ബേജാറായിരിക്കും. അതുകൊണ്ട് മക്കൾ വരണ്ട. എന്നാൽ അത് അവളുടെ ഭർത്താവിന് നല്ല സങ്കടം തോന്നി. കുഞ്ഞോളെ, നീ പോയിട്ട് വാ, മക്കളെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതെ, അദ്ദേഹത്തിന് അറിയുമായിരുന്നു എളാമയുടെ ആ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു. എന്നാൽ ചെറിയ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവളതാ വരുന്നു. അവൾ വരുമ്പോൾ തന്നെ എളാമ, ഉമ്മ, അത് പിന്നെ ഇത്താത്ത വരുന്നുണ്ട്. ഇത്താത്തയോ? ആര് പോളൊക്കെ വിളിച്ചിരുത്തിയത്? ഒരാൾ പാങ്ങളപ്പോൾ ആദ്യമായിട്ട് പോവുന്നല്ലോ, അപ്പോത്തിനോൾക്ക് ഇങ്ങോട്ട് വരായിട്ട് എന്ത് കാര്യത്തിനാണ് അവൾ വരുന്നത്? അവൾ വരുമ്പോൾ തന്നെ എളാമ്മ മുഖം കൂർപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഒന്നും മിണ്ടുകയോ അല്ലെങ്കിൽ കുട്ടിനെ ഒന്ന് വാങ്ങിയെടുക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ എളാമ നോക്കിയത് അവളുടെ പിന്നിലേക്കായിരുന്നു. എവിടെ നിന്ന് പടയൊന്നുമില്ലേ, ഒറ്റക്ക് കൊണ്ട് പോരേ. അനക്കോർക്കാത്ത കൈയില്ല. ഏതായാലും എളാമയുടെ ചെന്ന് കയറുമ്പോൾ തന്നെയുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ ശരിക്കും കുഞ്ഞോൾക്ക് സങ്കടം തോന്നി. മോനെ, ഇത്ത വന്നോ? എപ്പോഴിറങ്ങുന്നത്? ഞാനിപ്പോൾ ഇറങ്ങും. പിന്നെ അളിയനോടെ? മക്കളെന്തേ? മക്കളൊക്കെ ഇല്ലാതെ വന്നത്? മക്കളൊന്നും കൊണ്ടുവന്നില്ലടാ. മക്കളൊക്കെ കൊണ്ടുവന്നാലേ ഇവിടെ അടങ്ങി നിൽക്കൂല്ല. ആ പ്രായമല്ലേ, ഇങ്ങനെ കളിച്ച് സാധനങ്ങളൊക്കെ എടുക്കലും വെക്കലും വണ്ടി എടുക്കലൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആൾ. അപ്പോൾ പിന്നെ ഞാൻ കൊടുന്നിട്ടില്ല. അല്ല, അപ്പോൾ നീ ഇല്ലാതെ മക്കൾ? അല്ല മോനെ, ഞാൻ പോവും. ഇപ്പോൾ ഈ ഇറങ്ങുമ്പോഴത്തേന് ഞാൻ പോവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഞാൻ അങ്ങോട്ട് വന്നിരുന്ന് കാണാൻ. മക്കളില്ലാതെ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് വല്ലാത്തൊരു ഇടങ്ങാറ്. സാരില്ലടാ, എന്ത് ചെയ്യുക, എൻ്റെ കുട്ടീനെ എനിക്കൊന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ. ഉമ്മ ഇല്ലാത്തതല്ലേ ഇവിടെ. ഉമ്മ ഇല്ലാത്തതിന് പകരം ഞാനെങ്കിലും വരണ്ടേ? ഉമ്മയില്ല, ഉപ്പയില്ല. ഈ ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വരെ ഇവിടെ ആരുമില്ല. അവൾ കരഞ്ഞ്, ഇത്തത്തെ നിങ്ങൾ കരയില്ല, നിങ്ങൾ ദുആ ഉണ്ടല്ലോ, അത് തന്നെ എനിക്ക് ധാരാളം കേട്ടോ. ദുആ ഇരുന്നാൽ മതി, വേറൊന്നും വേണ്ട. എന്നാലും മക്കളൊന്ന് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓൾക്ക് ഇന്നെന്ന് വെച്ചാൽ ജീവനല്ലേ. സാരല്ല മോനെ, എന്ത് ചെയ്യാം. ഏതായാലും എൻ്റെ കുട്ടി പോയിക്കോളിട്ടോ. അങ്ങനെ അത് അവൻ പോകുവാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അല്ല മോനെ, എന്താണ് കൊണ്ട് പോണത്? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഒന്നും വേണ്ട, ഞാൻ ഒന്നും കൊണ്ടുപോകണില്ല. ഇവർ ബീഫ് വേണം, അത് വേണം, ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കണ്. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഞങ്ങൾ നിന്നുകൊണ്ടെന്ന് പറഞ്ഞിരിക്കണ്. അത് സാരല്ല, അത് എനിക്കാണ് അറബി വീട്ടിലേക്കാണ് പോണത്. എനിക്ക് ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. എൻ്റെ അറബിച്ച് അതായത് ഉമ്മുൽ ഖൈർ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ അറബി ഉമ്മയാണെങ്കിലും അങ്ങനെ തന്നെ. അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഇത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും തോന്നുന്നില്ല. എന്തപ്പോൾ ചെയ്യാം. ഏതായാലും നിങ്ങൾ ദുആ ചെയ്യട്ടോ, അളിയനോടും പറയും. എന്നാൽ ഞാൻ ഇറങ്ങാൻ സമയമായി. എൻ്റെ കൂട്ടുകാരൻ ഇപ്പം ഇങ്ങോട്ട് വരും. അവനാണ് എന്നെ കൊണ്ടുവന്നത്. മോനെ ഷാമിലെ, പോയിട്ട് വരിട്ടോ. എന്നാൽ അവളുടെ കുഞ്ഞിനെ അവൻ വാരിയെടുത്ത് അതോ ചുംബിച്ചു. പോയിക്കോളിട്ടോ, നിങ്ങളെന്നാ ഞാൻ ഇറങ്ങുമ്പോഴത്തേനാണ് പോയിക്കോളി, ഇനിയിപ്പോൾ അവിടെ നിൽക്കണമെന്നില്ല. എന്നാൽ അവൾ അനിയത്തിമാരെ നോക്കി, മക്കളെ നിങ്ങൾ ഇത്താത്താൻ്റെ കൂടെ പോരണോ?
എന്നാൽ പെട്ടെന്ന് ഷാമിൽ പറഞ്ഞു, വേണ്ട, ഇപ്പം അവരെ കൊണ്ടുപോകണ്ട, അവരിവിടെ നിൽക്കട്ടെ. അതെന്താ ഷാമിലെ? എന്നാൽ മക്കൾക്ക് ഭയങ്കര പൂതി. അതെ, ഇത്താത്തയുടെ കൂടെ പോവാം, ഞങ്ങളും പോട്ടെ ഇത്താത്താൻ്റെ കൂടെ. എന്നാൽ ഉമ്മ പറഞ്ഞു, മക്കൾക്ക് അത്ര പൂതിയാണോ, അത് പോന്നോട്ടെ. ഇനിയിപ്പോൾ ഷാമിലും ഇല്ല ഉപ്പയില്ല, അവർക്ക് പൊറുതിയേടായിരിക്കും, ഓരെന്നാ പോന്നോട്ടെ ഉമ്മ, ഞങ്ങൾ പോട്ടെ. എന്നാൽ ഷാമിലിന് അത് തീരെ അങ്ങ് പറ്റിയില്ല. അത് ഇന്ന് പോകണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം. അതെന്താ ഷാമില, എനിക്ക് അങ്ങനെ ഒരു ഇത്? മക്കളുടെ ഇഷ്ടത്തിന് നമ്മൾ നിൽക്കണ്ടേ? അല്ലമ്മ, നിങ്ങൾ ഒറ്റക്ക് നിൽക്കൂ ഇവിടെ, ഞാൻ ഒറ്റക്ക് നിൽക്കാം. അതൊന്നും എനിക്ക് പേടൊന്നുമില്ല, ഇവിടെ ചുറ്റുഭാഗത്തും വീടും ഇതൊക്കെ അല്ലേ, പിന്നെ ഇപ്പം എന്താ വാതിലടിച്ച് ആര് വരാനാ? എളമോ ശ്രദ്ധിക്കണം കേട്ടോ, എപ്പോഴും ഇവിടെ വണ്ടി കാര്യങ്ങളെല്ലാം മുറ്റത്ത് കിടക്കണതാണ്. അപ്പോൾ പല കള്ളന്മാരും വരും, അതൊക്കെ എത്ര വലിയ ഗേറ്റും പൂട്ടും ഉണ്ടായിട്ട് വരും, അതൊക്കെ തകർത്തിട്ട് ലക്ഷക്കണക്കിന് രൂപ വരുന്ന വണ്ടികൾ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എളാമ്മ ശ്രദ്ധിക്കണം. എൻ്റെ പൊന്നു മോനെ, ഈ അതൊന്നും ചിന്തിക്കണം, ധൈര്യമായിട്ട് പോയിക്കോ. എന്നാൽ ഇത്താത്തയുടെ കൂടെ മക്കൾ പോകാൻ വാശി പിടിച്ചു. എന്നാൽ പോയിക്കോട്ടെ, അവരല്ല അപ്പം ഇനിയിപ്പോൾ എന്താ കാട്ടോ, അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇനി. എളാമ്മ, എന്നാൽ പിന്നെ നിങ്ങളായിട്ട് ഇവിടെ നിൽക്കണ്ടല്ലോ, നിങ്ങളും പോയിക്കോളി നിങ്ങളുടെ വീട്ടിലേക്ക്, അതല്ല നല്ല ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്കേറ്റ്. ഈ പേരെയും കൂടിയിട്ട് ഞാൻ പോവേ? എൻ്റെ റബ്ബേ, ഇത്ര സുഖം സൗകര്യം എവിടുന്നാ ഷാമിലെ കിട്ടുക? ഇവിടുത്തെ ഈ പേരെയും കൂടെ കിട്ടുപോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവും അവിടെ അന്തിയുറങ്ങാൻ. വലിയൊരു വണ്ടിയും വലിയൊരു പേരയും സൗകര്യമൊക്കെ ഉള്ള ഇത്രയും വലിയൊരു പേരയും എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ പോകുക. എന്താ എൻ്റെ കഥ? എളാമയുടെ വാക്കുകളിൽ ശരിക്കും അവന് ഭയം തോന്നി. പഠിച്ചോനെ റഹ്മാൻ, നീ കാക്കല്ല, എൻ്റെ ഒപ്പം അവിടെ ചികിത്സയിലാണ്, മക്കളെ വേഗം പറഞ്ഞേക്ക്, ഞാനും പോകണം. എളാമ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാന്നൊക്കെ പറയുമ്പോഴേ അത് ശരിക്കും പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ തന്നെയാണ്. ശരിക്കും ഷാമിലിന് എന്തൊക്കെയോ തോന്നിപ്പോയി. പഠിച്ചോനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്നാൽ ഈ സമയം എളാമ മക്കളോട് അപ്പോഴേക്കും മാറ്റുവാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ഇത്താത്താൻ്റെ കൂടെ പോരുകയാണോ? അപ്പം ഉമ്മച്ചി ഒറ്റക്കാവൂലേ? അവളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ എളാമ പറഞ്ഞു, സാരല്ലടി കുഞ്ഞോളെ, ജോല പോയിട്ട് പോയിക്കോ, അവർക്ക് പൊറുതിയേടോണ്ടേ, അതുകൊണ്ടാണ് പറയണത്, ഒന്നും ഇജ്ജ് വിചാരിക്കണ്ട, ഓലേറ്റ് പോയിക്കോ. എന്നാൽ ഇത്താത്തക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമില്ലായിരുന്നു. ഒന്നുമല്ല, എളാമ ഒറ്റക്കാവൂല എന്ന് വിചാരിച്ചിട്ട്. എളാമ, അപ്പം എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് എന്ത് പേടി, ഇവിടെ ചുറ്റുഭാഗത്തും ആൾക്കാരും ബഹളവും ഒച്ചപ്പാടൊക്കെ ഉള്ള, എന്ത് പേടി? ഒരു പേടിയില്ല. എത്താ അപ്പോൾ പേടിച്ചാനേ, മരിച്ചു പോകേണ്ടതല്ലേ, ഇനി മല്ലുണ്ടോ പേടി? അങ്ങനെ അവർ അത് പറഞ്ഞു. എന്നാൽ ഇത്താത്തയുടെ കൂടെ മക്കൾ പോകാൻ അപ്പോഴേക്കും ഒരുങ്ങിക്കഴിഞ്ഞു. ഷാമിൽ ഇറങ്ങുകയാണ്. എന്നാൽ ഞാൻ പോയിട്ട് വരട്ടോ ഇത്താത്ത, എന്നാൽ ശരി. അപ്പോഴേക്കും കാറ് വന്നു. കാറിൻ്റെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങിയില്ല, കാരണം മുത്തുവാണ്. മുത്തുവും എളാമയും വലിയ ശത്രുതയാണ്. കാരണം മുത്തുവിനെ കൂലിപ്പണിക്കാരൻ എന്നതിൻ്റെ പേരിൽ റസിയെ വിവാഹം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. അത്തരക്കാരിയാണ്. അതെ, അവളെ എന്നിട്ട് വേറൊരിടത്തിനെ കൊണ്ട് കെട്ടിച്ച് അവനാണെങ്കിൽ വെറും കള്ളും കഞ്ചാവരി നടക്കണ ആളും. എന്നാൽ മുത്തുവിന് എളാമയെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. കാരണം എൻ്റെ ജീവിതം തകർത്തത് അവരാണ്. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങിയില്ല, അവൻ കാറിൽ തന്നെ ഇരുന്നു. എന്നാൽ ഷാമിലിനോട് പറഞ്ഞു, മോനെ ഷാമിലെ, ഡ്രൈവറോട് ഇറങ്ങാൻ പറയും, കുറച്ച് വെള്ളം തീ കുടിച്ചിട്ട് പോകാൻ പറയും, ഇനിയിപ്പോൾ അവിടെ എയർപോർട്ട് വരെ പോകാനുള്ളതല്ലേ. അത് അവൻ ഇറങ്ങില്ല. എന്നാൽ ഞാൻ പോട്ടെ, എല്ലാവരോടും അസ്സലാമു അലൈക്കും. അതെ, ഷാമിൽ ഇറങ്ങുമ്പോൾ പെങ്ങൾ കണ്ണുകൾ തുടച്ചു. മോനെ പോയിട്ട് വരി, ഇത്താൻ്റെ ദുആ ഉണ്ടാവും കേട്ടോ, ഇത്താ ദുആ ചെയ്യണം. അങ്ങനെ അവർ ഇറങ്ങി. നേരെ അപ്പോൾ തന്നെ ഷാമിൽ ഇറങ്ങിയ പിന്നാലെ തന്നെ കുഞ്ഞോളും മക്കളും ഇറങ്ങുന്നു. അപ്പോഴേക്കും അളിയന് അവിടെ വെച്ച് ഷാമിലിനെ കണ്ടു. അവർ പെങ്ങളെയും കുട്ടികളെയും കൂട്ടി അവരും പോയി. അല്ല, ഇതിപ്പോൾ എളാമ ഒറ്റക്കാവൂലേ? ഇനിയിപ്പോൾ എളാമ ഒറ്റക്ക് പേടില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്, ചിലപ്പോൾ ഏട്ടത്തിനോടൊക്കെ പൊയ്ക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. അല്ലാഹു അലം. അത് ശരി. മക്കൾക്ക് എന്താ അവിടെ ഉമ്മാൻ്റെ അടുത്ത് നിൽക്കാൻ ഇഷ്ടമല്ലേ? ഇല്ല, ഞങ്ങൾക്ക് ഇത്താത്താൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടം. ഉമ്മ ഞങ്ങൾ ചീത്ത പറയും, അടിക്കുകയൊക്കെ ചെയ്യും, രാത്രി റൂമിലിട്ട് പൂട്ടുകയൊക്കെ ചെയ്യും. ഓ സാരല്ല, പാവം മക്കൾ. അങ്ങനെ നിറമിഴികളോടെ കുഞ്ഞോളെ പോകുമ്പോൾ അളിയൻ പറയുന്നു, സാരല്ല, വിഷമിക്കൊന്നും വേണ്ട, ഓന് ഉപ്പാൻ്റെ ചികിത്സേൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവല്ലേ. എന്നാലും എൻ്റെ കുട്ടി പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു സങ്കടം എല്ലാം കൂടി. അല്ലാ, സാരല്ല, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അവർ 2 കൂട്ടരും 2 കാറുകളിലായി പോകുന്നു.
ഷാമിലും മുത്തും എയർപോർട്ടിലേക്കും മറ്റവർ അവരുടെ വീട്ടിലേക്കും. എന്തൊക്കെ തന്നെയാലും എളാമക്ക് സമാധാനമായി. അതിൻ്റെ റബ്ബേ, ശല്യങ്ങളൊക്കെ പോയി കിട്ടിയപ്പോൾ വല്ലാത്തൊരു സമാധാനം. ഉഫ്. അപ്പോൾ തന്നെ അതാ അവൾ നേരെ വീഡിയോ കോൾ ചെയ്യുന്നത്. വേഗം ഒന്ന് സ്വസ്ഥമായൊന്ന് വിളിക്കട്ടെ, എന്നാൽ തന്നെ ഒരു സമാധാനമാണ്. വേഗം അവിടെ ഇരുന്ന് തന്നെ വീഡിയോ കോൾ ചെയ്യണു. അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഫോൺ എടുക്കുന്നില്ല. എന്നാൽ വീഡിയോ കോൾ വരുന്നത് ഷബ്ന കാണുന്നു. പഠിച്ചോനെ, ഏത് ഈ പെമ്പറന്നോള്? പ്രൊഫൈലിൽ മഞ്ഞ ചുരിദാറും ഷാളൊക്കെ ഇട്ട് വീഡിയോ കോളോ? എൻ്റെ റബ്ബേ, എന്തേ കേൾക്കണത്? അവൾക്കൊരു നിമിഷം എടുക്കുവാൻ ഭയം തോന്നി. എന്നാൽ ആ ഫോൺ എടുത്തപ്പോൾ മക്കൾ, ഉമ്മ ആരാണ്? അറിയില്ല, നിങ്ങൾ ബാപ്പാനോട് ചോദിച്ചേക്ക്. ആരോ ഉമ്മ? ഇതാരാ ഇത്താത്ത? അറിയില്ല എന്നല്ല പറഞ്ഞത്. ഷെബിനക്ക് വല്ലാത്ത സങ്കടമായി. എന്നാൽ ഉപ്പച്ചി, ഇതൊരു ഇത്താത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ് മോള് ഫോണുമായി ഷൗക്കത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ആരാടി നിന്നോട് എടുക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണിലേക്ക് ആര് വിളിക്കുകയാണെങ്കിൽ എടുക്കരുതെന്ന്. നിങ്ങളിത് എടുത്തുനിന്നെ കൊണ്ടുവന്നതിൻ്റെ അടുത്തേക്ക്. ഉമ്മച്ചി തന്നതാണ്. ഉമ്മച്ചി എന്തേ ഫോൺ എടുത്തില്ലേ? ഇങ്ങളെ തിരഞ്ഞ് കാണായിട്ട് വിളിച്ചതായിരിക്കും. തിരിച്ച് വിളിച്ചു നോക്ക്. ഷെബിന, നീ ഒന്നിൽ ഇടപെടണ്ട. അതെൻ്റെ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന അവിടുത്തെ സ്റ്റാഫായിരിക്കും, അല്ലാതെ നീ വിചാരിച്ച പോലെ ഒന്നുമല്ല. സ്റ്റാഫൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യാറുമ്പോൾ അത്രക്കും നല്ല കമ്പനി ആയിരിക്കുമല്ലോ അല്ലേ? അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പലതും ഉണ്ടാകും. അത് ക്വസ്റ്റ്യൻ നീയാരാ? നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ വേണമെങ്കിൽ ഇറങ്ങിപ്പോവാൻ. നീ ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇവിടെ നിൽക്കല്ലേ? വേണമെന്നുണ്ടെങ്കിൽ പോകാതെ നിനക്ക്. ഞാൻ പോയിട്ട് വേണം നിങ്ങൾക്കിവിടെ നല്ലൊരു ജീവിതം ആരംഭിക്കാൻ. അതിന് വേണ്ടിയിട്ടല്ലേ? ആണെങ്കിൽ എന്താ, ഞാൻ പോകാൻ പറഞ്ഞാൽ നീ പോകൂലേ? അതേ, ഒരു തൊലാക്കിൻ്റെ ബന്ധമുള്ള നമ്മൾ തമ്മിൽ. അതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാലേ ഇറങ്ങി പോകേണ്ടി വരും. നീ മനസ്സിലായിക്കോ, ഇയ്യോ എൻ്റെ മക്കളും. ദേഷ്യത്തോടെ അതാ അവൻ അത് പറഞ്ഞു. ഷെബിനൊന്നും മിണ്ടേയില്ല. അതെ, അവൾ ആരോടെന്ത് പറയാൻ? ആരോടൊന്നും പറയാനില്ല. മനസ്സും വല്ലാതെ വേദനിക്കാണ്, മനസ്സും വല്ലാതെ വിതുമ്പിപ്പോവാണ്. അല്ലാ റഹ്മാനെ, പഠിച്ചവനെ, എൻ്റെ മക്കളെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിലും ആങ്ങളാരുടെ ഇടയ്ക്ക് പോയിട്ട് എന്താ? അവിടെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല. ഒരു ദിവസം നിരക്കുന്നുണ്ടാവില്ല, രണ്ടാമത്തെ ദിവസം തുടങ്ങും നാത്തൂമാരെ പ്രശ്നങ്ങൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനത് തിരിച്ചു വിളിക്കുന്നു. ഹലോ, എന്താടി? അതേ, ആരുമില്ല ഇവിടെ, എല്ലാവരും പോയി. ഷാമിൽ ഗൾഫിലേക്ക് പോയി, മക്കൾ താത്താൻ്റെ അടുത്തൊക്കെ പോയി, ഒക്കെ പോയി. അപ്പോൾ സ്വസ്ഥമായൊന്ന് കാണാൻ വേണ്ടിന്ന് വിളിച്ചതാ. ആഹാ, നല്ല മിടുക്കി പെണ്ണാണല്ലോ, എല്ലാവരും നൈസായിട്ടൊന്ന് പറഞ്ഞയച്ചല്ലേ? പിന്നെന്താ, കുറച്ചൊക്കെ ഐഡിയയും കൗശലൊക്കെ വേണ്ടേ? എന്തെങ്കിലും തന്നെയല്ലേ ഇവിടെ വിജയിക്കുള്ളൂ. പിന്നെ എനിക്കിവിടെ വലിയ പ്രശ്നമാണ്. എൻ്റെ ഭാര്യ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ കോൾ ഇങ്ങനെ അവരുണ്ടാകുമ്പോഴൊക്കെ വിളിക്കാൻ പാടുണ്ടോ? നിനക്കറിയില്ലേ? ഓലാണ് എടുത്തത്. ഭാര്യനോട് അങ്ങോട്ട് പോകാൻ പറയും, എന്നിട്ട് വേണം എനിക്ക് അവിടേക്കും ഒന്ന് വരാൻ. എന്താ ഇങ്ങളിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കണ? ഓളപ്പം ജീവിക്കാൻ നിൽക്കണ്ടല്ലോ, ഞാനില്ലേ ഇങ്ങക്ക്? എൻ്റെ പെണ്ണെ, എന്തൊരു പറച്ചിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഒക്കെ ഫ്രീ ആയില്ലേ? ഓക്കെ. അതേ സന്തോഷത്തോടു കൂടെ അവൻ അന്ന് വളരെ ഹാപ്പി ആയിരുന്നു. ഷെബിന, അത് ഭർത്താവ് വിളിക്കുകയാണ് സ്നേഹത്തോടെ. കുറച്ച് ചോറ് വിളമ്പ് വെക്ക്. ചോറ് വേണോ ചപ്പാത്തി വേണോ? എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കുക, വിശക്കുന്നുണ്ട്. അവൾ ഭർത്താവിന് ചോറ് വിളമ്പി കൊടുത്തു. എന്നാൽ ഒരിക്കൽ പോലും തന്നെ ഭർത്താവ് തന്നെ ചതിക്കുകയാണെന്ന് അവൾക്കറിഞ്ഞില്ല. അയാൾ ചോറും ചപ്പാത്തിയുമെല്ലാം വയറ് നിറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്ത് പിന്നോട് എങ്ങനെ ഒരു സ്നേഹം? ഷെബിന, എനിക്കിന്ന് ഫ്രണ്ട്സുകൾ വിളിക്കുന്നുണ്ട്. അവർ എവിടെ ഒന്ന് കൂടുകയെന്നൊക്കെ പറഞ്ഞിട്ടേ ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഇക്ക, ഈ പാതിരാത്രിയിൽ ഇങ്ങളിഞ്ഞ് എവിടേക്ക് പോകുന്നത്? എങ്ങോട്ടുമില്ല, അവർ വിളിക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നിക്കണം. അപ്പോൾ പിന്നെ ഞങ്ങളൊന്ന് കറങ്ങിട്ട് വിചാരിച്ച് കണ്ട കുറച്ച് ഞാൻ വരും. വാതിൽ അടച്ചു കിടന്നോളൂ, ഞാൻ വിളിക്കാം കേട്ടോ. അല്ലെങ്കിൽ പുറത്തേക്ക് കൂട്ടണോ? വേണ്ട, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലോ? എന്നാൽ ഷെബിനയോട് നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ അവൾക്ക് സ്നേഹം തോന്നി ഭർത്താവിനോട്. ഇക്ക, വേഗം വരണം കേട്ടോ, കാരണം മക്കളും ഞാൻ ഒറ്റക്കാണ് ഇവിടെ.
പിന്നെ ബാപ്പ നിങ്ങളന്ന് ചീത്ത പറഞ്ഞിട്ട് ബാപ്പ പിന്നെ കടന്നിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല മോളെ, ഞാനിപ്പോൾ വരൂലേ. സ്നേഹത്തോടെ തൻ്റെ ഭാര്യയോട് കിന്നാര വർത്താനമെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതെ, അവൻ്റെ ബൈക്കും എടുത്തിട്ട്. ഇന്നെന്ത് ബൈക്കിൽ? അല്ലെങ്കിൽ കാറിലായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ട്സുകളൊന്നും ഇല്ലേ? ഇല്ല, അവരൊക്കെ ബൈക്കിലാണ്. എന്നാൽ ശരി, വാതിലടിച്ചോ, ഞാൻ പറഞ്ഞ് വിളിച്ചാൽ മതി. പിന്നെ ഇടക്കിടക്കൊരു വിളിയുണ്ടല്ലോ, അത് വേണ്ട കേട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കോൾ വരുമ്പോൾ എല്ലാം മൂടും പോവും. എന്നോട് അവർ പറയും, എന്താ നിനക്ക് ഭാര്യയ്ക്ക് തീരെ ഒരു ക്ഷമയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ കളിയാക്കും. അപ്പോൾ കൂടുതലായിട്ട് വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓക്കെ. ഷൗക്കത്ത് പുറപ്പെട്ടു. അതെ, എളാമയുടെ അരികിലേക്ക്. എളാമ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഷൗക്കത്തിനോടൊന്ന് ശരിക്കൊന്ന് സ്വസ്ഥമായെന്ന് വർത്താനം മനോറിച്ചിരിക്കണം. മറ്റത് പേടിച്ചുകൊണ്ടായിരിക്കും. ഇന്ന് എന്തൊക്കെ തന്നെയായാലും കോളടിക്കും. അങ്ങനെയുള്ള ഓരോ ദുഷ്ടചിന്തകളുമായി അവളതാ കാത്തിരിക്കുകയാണ് ഷൗക്കത്തിന് അന്ന് എന്നത്തിനേക്കാൾ വളരെയധികം ധൈര്യവും. ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല. സ്വസ്ഥമായി വണ്ടിയൊക്കെ മുറ്റത്തേക്കിടാം. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഷൗക്കത്തിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ വാതിൽ തുറന്നു. ഷൗക്കത്തെ, എന്തൊക്കെ? ഇന്നിപ്പോൾ എന്താ അത്ര ധൈര്യമായിട്ടൊക്കെ? ഇവിടെ ഇരിക്കാം, ഇവിടെ നിന്ന് ആരും ഒന്നും കാണൂല. കണ്ടില്ല, ചുറ്റുഭാഗത്തും മതിലും ഗേറ്റൊക്കെ നല്ല സെറ്റപ്പാണ്. ഒരിക്കൽ പോലും മറ്റത് പേടിച്ച് എന്തിനാ പേടിക്കേണ്ട ആവശ്യം? ഇവിടെ ഒരാളുമില്ല. എന്താ, എനിക്ക് പേടിയൊന്നുമല്ല. ഞാൻ വല്ല അങ്ങോട്ട് എന്തിനു പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്ത് കുടിക്കാൻ എടുക്കേണ്ടത്? ഒന്നും വേണ്ട, വീട്ടിൽ നിന്ന് വയറ് നിറച്ചൊക്കെ വന്നതാണ്. ഷബിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വിശക്കുന്നുണ്ട്, ചോറ് കൊണ്ടാ ചപ്പാത്തി കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നത്. നല്ല ഐഡിയക്കാരനാണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ഈ സമയം ഷബിനക്ക് സമാധാനമില്ല. റബ്ബേ, സമയം ഒരുപാട് ഐക്കയെ കാണാനല്ല. ഇക്ക വരാതെ ഉറക്കും വരില്ല. വിളിച്ചു നോക്കിയാലോ? വേണ്ട, എന്നോട് പറഞ്ഞിട്ടുണ്ട് വിളിക്കരുത്, ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചോനെ. അവൾ ഫോൺ കയ്യിൽ വെച്ച് അങ്ങനെ ഇരുന്നു. ഇക്ക വരാതെ എങ്ങനെ റബ്ബയ്ക്ക് എടുക്കുക? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഉപ്പന്നല്ലേ, എൻ്റെ കുട്ടികൾ ഉപ്പ അതന്നല്ലേ. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? എന്നാൽ പെട്ടെന്ന് എളാമയും ഷൗക്കത്തും കൂടി റൂമിനകത്തേക്ക് പോയപ്പോൾ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ആരാ ഈ സമയത്ത് വാതിലിൽ മുട്ടുന്നത്? നീയല്ലേ പറഞ്ഞത് ആരും ഇവിടെ എല്ലാവരും പോയിക്കണം, നീയനല്ലേ പറഞ്ഞത്? വാതിൽ തുറക്കടോ, വാതിൽ തുറക്ക്. പഠിച്ചോനെ, ആരാ? ശരിക്കും ഷൗക്കത്തും എളാമയും ഞെട്ടിപ്പോയി. ആരാ അത്? നീ വാതിൽ തുറന്നു കൊടുക്ക്, ഞാനിവിടെ എവിടെയെങ്കിലും ഒളിക്കാം. അയാൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഒളിച്ചു. നേരെ വാതിൽ തുറക്കുവാൻ വേണ്ടി എളാമ പോകുന്നു. വാതിൽ പതുക്കെ തുറന്നു നോക്കിയ എളാമ ഞെട്ടിപ്പോയി. ഒരു നിമിഷം അവരുടെ കൈകാലുകൾ തളർന്നു. നീയോ? അപ്പം നീ പോയിട്ടില്ലേ? ആരായിരിക്കും വാതിൽ മുട്ടി അങ്ങോട്ട് വന്നത്? പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഒരുപാട് തെറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം പടച്ച റബ്ബ് അത് പുറത്തു ചാടിക്കും. അതെ, 40 ദിവസം കള്ളനായിരിക്കും. എന്നാൽ 40ാമത്തെ ദിവസം അത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. എത്രയൊക്കെ തെറ്റ് ചെയ്ത ആളുകളാണെങ്കിലും ഒരു ദിവസം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു ചാടിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്. എന്തൊക്കെ തന്നെയാലും ഇനി എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. വാതിൽ മുട്ടിയ ആളെ കണ്ട എളാമ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. അതെ, വിറച്ചിട്ട് എന്ത് ചെയ്യണം, എന്ത് പറയണം എന്നറിയുന്നില്ല. അപ്പോൾ നീ എങ്ങനെ? എന്നാൽ അവൻ രൂക്ഷമായി എളാമയുടെ കണ്ണിലേക്ക് നോക്കി. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.